ഗായ്സ് ഇത്ര നേരമായിട്ട് ഒരു മലയാളീനെ പോലും നമ്മൾ കണ്ടിട്ടില്ല. നമ്മളിപ്പം മുബാറസിലെ പള്ളി ഉണ്ടെങ്കിൽ കാണിച്ചിരുന്നത്. നിങ്ങൾ കുറേ കാലമായി അവിടെ? എന്നാലും ഒരു എത്ര വർഷമായിട്ടുണ്ടാവും? 40 വർഷമായി. നിങ്ങളോ? ഏകദേശം അതേപോലെ ആയിരുന്നല്ലേ. നിങ്ങളെ പേരെന്തായിരുന്നു? സൽമാൻ അല്ലേ? മക്കളെ ഇവിടെ ഗോൾഡ് സൂക്കിൽ നമ്മൾ വന്നപ്പോൾ ഒരു സാധനം കണ്ട് ഇങ്ങോട്ട് നോക്കി ഏതാ സാധനം. صور مشكلة صح؟ شو اسمه؟ ഉമ്മച്ചി ഏതാ വളം നോക്കുന്നത്? ഗായ്സ് ഉമ്മച്ചി മെഞ്ഞാന്ന് പൂള പറിച്ചത് കൊണ്ട് ഉമ്മച്ചിക്ക് വളം വാങ്ങിക്കൊടുത്താലോ ഞാൻ വിചാരിക്കുന്നുണ്ട്. എടുക്കല്ലടി വണ്ടി എടുക്കല്ലടി അവിടെ വെക്കടി. അതാ അയാൾ നോക്കുന്നത്. അതാ കുഞ്ഞ് അയാൾ നോക്കുന്നത്. ഇവിടെ ഇതൊക്കെ കണ്ടിട്ടേ ബോളൊക്കെ കണ്ടിട്ട് കുഞ്ഞുണ്ട് ഇങ്ങനെ നോക്കും. ഗൈസ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കളർ ഇങ്ങോട്ട് കിട്ടുന്നുണ്ടല്ലോ. ഇന്ന് നമ്മളുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുബാറസിലാണല്ലോ, സൗദി അറേബ്യയിൽ അൽ ഹസയിൽ മുബാറസിലാണുള്ളത്. അപ്പം ഞാൻ ഇവിടെ സൗദി അറേബ്യയിൽ വന്നിട്ട് ആദ്യമായിട്ട് വന്ന് ജോലി ചെയ്ത ഷോപ്പിലാണുള്ളത്. ഇതാണ് കേട്ടോ ആ ഷോപ്പ് കാണിച്ചാൽ നമ്മളെ ഷറഫ് എന്നായിരുന്നു ഷോപ്പിൻ്റെ മുതലാളീൻ്റെ പേര്. ഒരു പട്ടാമ്പിയുള്ള ഷറഫോ കൊപ്പത്തുള്ള ഷറഫോ അവൻ്റെതായിരുന്നു ഈ ഷോപ്പ് കേട്ടോ. ബ്രോ ഇതാണ് അപ്പച്ചി ഇവിടെ ഗൾഫിൽ വന്നപ്പോൾ ആദ്യമായിട്ട് നിന്ന ഷോപ്പ്. ആ ഷോപ്പിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ കംപ്ലീറ്റ് മലയാളീസ് ആയിരുന്നു. ഇങ്ങോട്ട് നോക്കിക്കോട്ടോ, ഈ ഏരിയ ഫുൾ അത് അങ്ങ് കാണുന്ന ഷോപ്പ് കണ്ടില്ലേ, ഇവിടെ കംപ്ലീറ്റ് മലയാളികളുടെ ഷോപ്പായിരുന്നു. ഇതാണ് മുബാറസ് ഗ്രാമപഞ്ചായത്ത്. നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഷറഫു എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, ഓൻ്റെ ഒരു അമ്മോൻ്റെ ഷോപ്പാട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാത്തർ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ലബ്നാദാണ്ടില്ല ഇതൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. നമ്മളെ നാട്ടിൽ പിസ്സയൊക്കെ വിൽക്കുന്ന പോലെ, നമ്മളെ നാട്ടിൽ പിസ്സയൊക്കെ വിൽക്കുന്ന മാതിരി ഇങ്ങനെ വിൽക്കുന്ന ഒരു സാധനമാണ്. അത് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ 2-3 നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ തെക്കും തിരക്കൊക്കെ സൗകര്യമായ മുഷ്കില. ഓക്കെ ഹാപ്പി വിജയ്. ഇത് നമ്മളെ മറ്റേ ബഷീർ ബായിൻ്റെ ഒക്കെ പാർട്ട്നേഴ്സാണ്. ഓരോ ഷോപ്പ്. നിങ്ങളും കൊപ്പ തന്നെയാ? മലപ്പുറത്ത് എവിടെയാ? മലപ്പുറത്ത് വേങ്ങരയുണ്ടോ? ഇതാണല്ലേ സാധനം. നമ്മുടെ നാട്ടിൽ പിസ്സ, നാട്ടിലൊന്നും ഈ സാധനം കിട്ടൂലല്ലോ. എല്ലാ സാധനവും ഉണ്ട്. നിങ്ങളെ പേരെന്തായിരുന്നു? സൽമാൻ അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ നമ്മളെ ശ്രദ്ധിക്കുന്ന ചെക്കന്മാരുണ്ട്. വിശ്വാസം എന്താ? അഹ്മദ്. വിശ്വാസം എന്താ? حسين من هنا مبرز ها زين كيف زعتر هنا 100. ഓക്കെ ഹബീബ്. ഗായ്സ് അപ്പോൾ നമ്മൾ സാത്തർ വാങ്ങിയിട്ട് അതവിടെ ഈ ഷോപ്പിൽ തന്നെയാണ് വാങ്ങിയത്. ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട് മുബാറസിനെ പറ്റിയിട്ട്. മുബാറസിലെ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ വാപ്പിച്ചും ഉമ്മച്ചൊക്കെ എങ്ങോട്ടാണ് പോയെന്നുള്ളത് ഒരു പിടുത്തല്ല. എങ്ങോട്ടേക്ക് പോലും പോയത്? ഒരുപാട് ഇത് മലയാളീസിൻ്റെ ഷോപ്പ് തന്നെ ആയിരുന്നു കേട്ടോ. ഇവിടെ മലയാളികൾ എവിടെ തൊഴിഞ്ഞാലും ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സൂക്കുണ്ട്, മൊബൈൽ സൂക്ക് എന്ന് പറഞ്ഞതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മലയാളീസ് ഉണ്ട്. ഇപ്പോൾ ഫുള്ള് അറബികളായി കണ്ടു. ഇത് മലയാളികൾ തിങ്ങിപ്പാർത്തിരുന്ന, മലയാളീന്ന് മാത്രമല്ല കംപ്ലീറ്റ് ആൾക്കാർ തിങ്ങിപ്പാർത്തിരുന്ന സ്ഥലമായിരുന്നു. മലയാളികളും ഇന്ത്യക്കാരും. ഇപ്പോൾ കംപ്ലീറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ UP ക്കാരും ബംഗാളികളും പാകിസ്ഥാനികളും മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്. ഈ ഷോപ്പിൽ ആംബ്ര ഇന്ന് ഇറങ്ങി വരുന്നുണ്ട്. കംപ്ലീറ്റ് ഇവിടുത്തെ ആൾക്കാരായൊക്കെ എന്തെന്നാ പറയുക, സ്വദേശിവൽക്കരണം ആയതുകൊണ്ട് ഫുള്ള് വാ. ആ ഷോപ്പൊക്കെ പണ്ട് മുതലേ ഉള്ള ഷോപ്പാണ്. ഇതൊരു ചാവിയൊക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പാണ്. ഇതൊക്കെ പണ്ട് മുതലേ ഉള്ളതാണ്. മുബാറസിൽ താമസിച്ചവർക്ക് ഒരു പിന്നെ എന്തെന്നാ പറയുക നൊസ്റ്റാൾജിയാണ് ഈ ഏരിയ മുഴുവൻ. ഇത് ഫുള്ള് ഗോൾഡാണ് കേട്ടോ. ഇങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ് സൂക്ക് ഏരിയ ഉണ്ടോ, ഗോൾഡിൻ്റെ ഗോൾഡ് സൂക്കാണിത്. ഇതിലിങ്ങനെ ഇവിടെ ഇങ്ങനെ ആൾക്കാരെ കാണുന്നുണ്ട്. പക്ഷേങ്കിൽ മലയാളികളെ തേടിയുള്ള എൻ്റെ യാത്ര എങ്ങും എത്തുന്നില്ല. ഗൈസ് ഇതൊരു സ്വർണ്ണപ്പീടിയാണ് കണ്ടോ. ഇത് സ്വർണ്ണപ്പീടി. നമ്മൾ പള്ളീൻ്റെ സൈഡ് കൂടെ ഉണ്ടോ പോകുന്നത്. സ്വർണ്ണൊക്കെ ഇവിടെ തൂക്കി. ഇതോടെ സ്വർണ്ണം. ഇത് ഓടി ഇത് ഓടിയുണ്ട്. ഇത് ഗോൾഡ് സൂക്കിലൊക്കെ കേട്ടോ നമ്മൾ കയറുന്ന. ഇതവിടെ സെക്യൂരിറ്റിക്കാർ ഇരിക്കുന്നുണ്ട്. ഉമ്മച്ചൊക്കെ എങ്ങോട്ടാ പോയേ? ഇതിപ്പം നമ്മൾ ഗോൾഡ് സൂക്കിന് അങ്ങോട്ട് കയറിട്ടോ. ഗോൾഡ് സൂക്കിന് ഈ ഏരിയയിൽ ഇവിടെയൊക്കെ നിലമൊക്കെ ഫുള്ള് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഗോൾഡ്. ഇവിടെ ഇതൊക്കെ സ്വർണ്ണക്കടകളാണ്.
ഇത് സ്വർണ്ണക്കടയാണ്. ഇതൊരു സ്വർണ്ണക്കടയുണ്ടോ? അല്ല ഹബീബി طيب صور ما في مشكلة. ايش اسمه انت؟ انا علي بن صالح. اوكي كيف زين كويس الحمد لله تمام. ഇവിടെ കേറിയപ്പോ കണ്ടോ സൈസും علي എന്നാണ് മൂപ്പര ഷോപ്പ്. അതാ മാൽ حق انت صح؟ ايوه. كم شو اسمه كم فلوس الحين؟ هذا الحين يجي 227. 227 ها؟ اوكي. عمرو عمرو എന്നെ കാണാതിട്ട് വരും. നമ്മളിപ്പോ ഒരു സ്വർണ്ണപ്പിടി കയറിയിട്ടാട്ടുള്ളത്. ഉമ്മച്ചി ഏതാ വള നോക്കുന്ന ഗായ്സ്? ഉമ്മച്ചി മെഞ്ഞാന്ന് പൂള പറിച്ചത് കൊണ്ട് ഉമ്മച്ചിക്ക് ഒരു വള വാങ്ങിക്കൊടുത്താലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കണ്ടതൊക്കെ ഫുള്ള് ഗോൾഡ് ഉണ്ടോ? ഇതിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഗോൾഡ്. ഈ സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുള്ള് ഗോൾഡ്, നിറച്ച് ഗോൾഡ്. ഏതാ ഉമ്മച്ചിക്ക് ഇത് ഇങ്ങനത്തെയാണ് വാങ്ങണ്ടേന്ന് പറയുന്നത്. ഉമ്മച്ചിക്ക് വാങ്ങി തരുന്നുണ്ട്. ഞാൻ പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ വാങ്ങി തരും. ഓക്കെ ഓക്കെ. ഉമ്മച്ചിയുടെ മുഖം ചിരിയൊന്നാണ്ടേ. ഇതൊക്കെ ഷോപ്പുകളാണ് കേട്ടോ. ഫുള്ള് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ഗോൾഡാണല്ലേ. നിറച്ച് ഗോൾഡിൻ്റെ ഷോപ്പുകൾ. അത് ഇവിടെ ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ ഗോൾഡ് സുഖമില്ല. ഇത് ഇവിടെ ഇങ്ങനെ ഗോൾഡ് ഇങ്ങനെ കറങ്ങി വന്നാൽ ഇവിടെ ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്. ഇതൊരു ഗോൾഡിൻ്റെ ഷോപ്പാണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. ഒരാൾ സിംഗിൾ ആളേ ഉള്ളൂ. നമ്മളൊരു ഗോൾഡിൻ്റെ ഷോപ്പിലൊക്കെ കയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും, സ്റ്റാഫുകളും അതും ഇതും. ഇവിടെ ഓൺലി വൺ മാൻ ആർമി മഫില്ല واحد نفر بس. أنا إيش كلام قالوا عمال إنديا في موجود محل سيم دحم محل يجي ممكن 20 نفر موجود. أنا كلام هنا ما في إلا واحد اثنين نفر صح؟ ഇത് ഗോൾഡിന്റെ ഷോപ്പാണ്. അത് ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ശേഷം എന്താണ് സൗകര്യമായ മുഷ്കിൽ സാർ? حيدر من هنا برا صح؟ ഓക്കെ ഹബീബ് ശുക്ര. ഓക്കെ ഓക്കെ. ഇതാണ്ട് ഇവിടെ ഉള്ള ആളാണ്. അപ്പം ഞാനും ഉമ്മച്ചൊക്കെ കൂടി അങ്ങനെ നോക്കുകയാണ് ഗോൾഡൊക്കെ. കണ്ടോ ആപ്പിച്ചത് അവിടെ ഉണ്ട്. ആമറോ ഒരു ഹായ് പറയേ. ഹായ് ഹോയ്. ഇതാണ്ടോ കംപ്ലീറ്റ് ഇതിവിടെ പാതിയാക്കി വെച്ചിട്ടാണല്ലോ. ഇതിലൊക്കെ ഗോൾഡിൻ്റെ ഷോപ്പുകളാണ്. അവിടെ മോതിരമുണ്ട്. സുൽഫി മോതിരം നോക്കുന്നുണ്ട്. കുഞ്ഞ് ഞാൻ ഇതുണ്ടോ ഇവിടെ കംപ്ലീറ്റ് കമ്മൽ ഐറ്റംസ് ആണ്. അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മളിവിടെ വന്നിട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് മുബാറസ് എക്സ്പ്ലോറിങ് മുബാറസ്. ഇത് നമ്മളെ നാട്ടിലുള്ള ബേക്കറിയിലുള്ള അങ്ങനത്തെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കേക്കും സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു കട ഉണ്ടല്ലോ. ഈ സ്വർണ്ണക്കടേൻ്റെ എടുത്ത് തന്നെ ഗോൾഡ് സൂക്കിൽ തന്നെ ഇത് ചെറിയൊരു വക്കാല അല്ല ജെ, ചെറിയൊരു വക്കാല. ഇതുണ്ടോ ഇതൊരു ചെറിയ പള്ളി. ഇത് പള്ളിയല്ല അപ്പേ തുടങ്ങിയാണ് ആമ്പറു. എനിക്കിത് വാങ്ങിത്തരോ കുഞ്ഞിതവിടെ ബോള് എടുത്തിട്ട് കുഞ്ഞിക്ക് ഓരോന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ല നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ മറ്റേ ഇതിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഏത് മറ്റേ ഗിഫ്റ്റ് ഐറ്റംസിൻ്റെ ഷോപ്പുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ ഇവിടെ മറ്റേ ഡ്രഗ്സ് ഐറ്റംസ് ഒക്കെ വെക്കാം. ഇത്ര നേരമായിട്ട് ഒരു മലയാളീനെ പോലും നമ്മൾ കണ്ടിട്ടില്ല. ഒരൊറ്റ മലയാളികൾ പോലും ഇല്ല. യു പിക്കാരുണ്ട്, പിന്നെ ബംഗാളികൾ ഓൺലി. ഗോൾഡ് സൂക്ക് ഇവിടെ എൻഡായിട്ടോ. ഇവിടെ എൻഡായി. ഇത് മുബാറസിൻ്റെ വേറൊരു ഏരിയ. ഇവിടെ പച്ചക്കറി സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ആപ്പിള്, മാംഗോ, ഫറൗള സാധനങ്ങളും. അവിടെ തേങ്ങ വരെ വിൽക്കുന്നുണ്ട്. കമാതാമ വാഹ അമ്പതാ. ഈ തേങ്ങക്ക് 5 റിയാൽ എന്നാണ് പറയുന്നത്. ഒരു തേങ്ങ 5 റിയാൽ. വല്ലാത്ത ജാതി മക്കളെ. ഇവിടെ ഗോൾഡ് സൂക്കിൽ നമ്മൾ വന്നപ്പോൾ ഒരു സാധനം കണ്ട്. ഇങ്ങോട്ട് നോക്കി ഏതാ സാധനം? പൊളിച്ച സാധനല്ലേ സ്ഥല. ഏതാ പൊളി സാധനമല്ലേ? നമ്പർ നോക്ക് 777 സാധനമാണ്. ഈ എൻ്റെ മോനെ പൊളിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈറ്റ്. എൻ്റെ മോനെ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഒരു ഉറങ്ങിക്കിടക്കുന്ന മലയാളികൾ മാത്രം ഉണ്ടായിരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഹോട്ടലുകളെ കണ്ടിട്ട് കൊണ്ട് അങ്ങോട്ട് നടന്നു പോകാൻ വയ്യ. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പോകാം. അങ്ങോട്ട് പോകല അവർ വണ്ടി വരുന്നത്. ഇതാണ് പള്ളി. പള്ളീൻ്റെ അവിടുന്ന് ദേശം അങ്ങോട്ട് തുറന്നാൽ ചിലപ്പോൾ മലയാളികളെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഗൈസ്. ഇത് നമ്മളെ സോക്ക്. അവിടെ ഒരു വണ്ടി ജീപ്പ് റൂബിക്കോൺ കിടക്കുന്നുണ്ട്.
റൂബിക്കോൺ മാത്രല്ല കേട്ടോ, ഇവിടെ ഒരു സാധനം കിടക്കുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ടാകും ബ്രോ? ഒരു GMCന്റെ ഇതേതാ സാധനം? സിയറയാ? ഏതാണ് വണ്ടി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അടിപൊളി വണ്ടി കേട്ടോ. ആ സിയറ എന്നതാണ്ടോ, GMC സിയറ. ഊണ്ടടാ. ഈ ബൂഫിയൊക്കെ പണ്ട് മുതലേ ഇവിടെ ഉണ്ടായിരുന്ന ബൂഫി ഉണ്ടോ. പിന്നെ അതാണ് ഇവിടെ ഒരു അൽരാജി ATM. എന്താ ഇവിടെയൊക്കെ ശരിക്കും ഉറങ്ങിപ്പോയി. നമ്മളിപ്പോൾ ഈ നടക്കുന്ന റോഡ് ഏതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കാലത്ത് മലയാളികളെ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്തൊരു റോഡായിരുന്നു. റോഡിൽ മാത്രമല്ല കേട്ടോ, ഈ സൈഡിലുള്ള ബിൽഡിങ്ങുകളിൽ മുഴുവൻ മലയാളീസ് ഉണ്ടായിരുന്നത്. മുപ്പാറസിലുള്ള മലയാളികൾ സ്വപ്നം കാണാൻ പഠിച്ച, മലയാളികൾ അടിച്ച് പൊളിച്ച് ജീവിച്ച ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയവരുണ്ട്. ഒരുപാട് ആൾക്കാർ, എന്നാലും അത്യാവശ്യം ആൾക്കാരെല്ലാം രക്ഷപ്പെട്ടു പോയവരെന്നാണ് എന്താണ് എൻ്റെ അഭിപ്രായം. ഇത് നോക്കിയതാ ഇവിടെ കംപ്ലീറ്റ്, ഇവിടെ കൂടുതലും ടെക്സ്റ്റൈൽ ഷോപ്പുകളൊക്കെ അതിനിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഒരു 5 റിയാൽ കട പോലെയുള്ള കടകളുണ്ടായിരുന്നു. ഇവിടെ മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു, ടെക്സ്റ്റൈൽ സലാം. ഇതൊരു മലയാളികളുടെ, അവിടെ ദൂരങ്ങൾ കാണുന്നുണ്ടോ, മലയാളികളുടെ റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. ആ റെസ്റ്റോറൻ്റൊക്കെ കംപ്ലീറ്റ് പോയി. ഇവിടെ മലയാളി ഷോപ്പ് ആയിരുന്നു ഉണ്ടോ. ഇവിടെയൊക്കെ ടെക്സ്റ്റൈൽ ഷോപ്പുകളാണ്. ഈ ഏരിയ മുഴുവനും ഇപ്പോൾ ഉള്ള അറബികളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഈ കാണുന്ന ഫുള്ള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി എന്നാ പറയുക, ഇവിടെ ഉറങ്ങിപ്പോയത്. അവിടെ ഒരു ബൂഫിയുണ്ട്, പക്ഷേ ബംഗാളി ബൂഫി ഉണ്ടോ. ഇവിടെ ഒരു കന്നഡ ഷോപ്പുണ്ട്. കന്നഡ ഷോപ്പിലുള്ളത് പണ്ടത്തെ ആൾക്കാരാണോ എന്ന് എനിക്കറിയില്ല. പണ്ടത്തെ ആൾക്കാരാണോ ഇതാണ്ടോ. ഇവിടെയൊക്കെ ഇതിലൊക്കെ കംപ്ലീറ്റ് മലയാളീസ് ഉണ്ടായിരുന്നത്. അവരൊക്കെ പോയി. അങ്ങനെ നമ്മൾ മലയാളികളെ കണ്ടെത്തി മുബാറസിൽ. 2 മലയാളികൾ. നിങ്ങൾ കോട്ടയത്തല്ലേ? കായംകുളം. 2 ആളും കായംകുളാ? അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പോൾ അവരുടെ അനുവാദത്തോടു കൂടിയാണ് എടുക്കുന്നത്. പേരെന്തായിരുന്നു നിങ്ങളെ? രാജു. കായംകുളത്തില്ലേ? നിങ്ങളെ പേരോ? ഷാജു. ഓക്കെ. വേറെന്താ വിശേഷങ്ങളൊക്കെ? നിങ്ങൾ കുറേ കാലമായി അവിടെ? എന്നാലും ഒരു എത്ര വർഷമായിട്ടുണ്ടാവും? 40 വർഷമായി. നിങ്ങളോ? ഏകദേശം അതേപോലെ ആയിരുന്നല്ലേ. ഇതിന് മുമ്പ് ഞാനും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് കണ്ണിൻ്റെ ലെൻസ് മാറ്റുക, കണ്ണടൻ്റെ ലെൻസ് മാറ്റിയ ഫ്രെയിം മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പണ്ട് നമ്മളിവിടെ വരലുണ്ടായിരുന്നു. ഞാൻ വാപ്പയ്ക്കൊക്കെ ഇവിടെ ഉള്ളപ്പോൾ, ഇവിടെ മുബാറസിൽ ഇവിടെയാണ് കണ്ണടൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഉള്ളിൽ ക്ലിനിക്ക് ഉണ്ട്, ഡോക്ടർ ഉണ്ട്, നൈജീരിയൻ ഡോക്ടർ അല്ലേ? അവിടെ നൈജീരിയൻ ഡോക്ടർ ഉണ്ട്, ക്ലിനിക്ക് ഉണ്ട്. പിന്നെ മുബാറസിൽ തന്നെയുള്ള. ഇപ്പം നിങ്ങൾ തന്നെ ഉള്ളു മലയാളീസ് തോന്നില്ല ഈ ഏരിയയിൽ? വേറെ മലയാളീസ് ഉണ്ട്? കച്ചവടക്കാർ ഇവിടെ മറ്റേ ഫാമിലി മാർക്കറ്റൊക്കെ ഇല്ലായിരുന്നോ? അവർ പോയില്ലേ? ഫാമിലി മാർക്കറ്റ്, വക്കാല സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പോയി. മലയാളീസ് പറ്റ കുറവാണല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ 3 ആൾ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞങ്ങൾ 3 ആളേ ഉള്ളൂ എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പൊ ഇവിടെ ഉള്ളിൽ ക്ലിനിക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഡോക്ടർ. ഹായ് ഡോക്ടർ, ഹൗ ആർ യു? വാട്ട്സ് യുവർ നെയിം? ജോൺ. യാ, നൈസ് നെയിം. ഇതാണ് ഇവരുടെ ക്ലിനിക്കൊക്കെ കണ്ടോ. നല്ല അടിപൊളി ക്ലിനിക്കാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചികിത്സ, കണ്ണ് ടെസ്റ്റ് ചെയ്യലും പരിപാടിയൊക്കെ ചെയ്യും. ഇവിടെ ഡോക്ടറുണ്ട്. സംഭവം അടിപൊളി ക്ലിനിക്കാണ്. ഞാൻ ഇതിൻ്റെ മുമ്പ് പിന്നെ ഒരു ദിവസം നമ്മളെ വിജയേട്ടൻ ഉണ്ടല്ലോ, നമ്മളെ വിജയേട്ടനെയും കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ വാപ്പിച്ചിൻ്റെ കണ്ണിൻ്റെ ഫ്രെയിം മാറ്റാൻ വേണ്ടി ഇപ്പോഴല്ല, കുറച്ച് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ സെറ്റ്. അപ്പോൾ താങ്ക് യു കേട്ടോ, താങ്ക് യു 2 ആൾക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇതാ ഇതിലെങ്ങനെ നടക്കുകയുണ്ടോ റോട്ടിൽ കൂടെ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, 2 ബ്രദേഴ്സാണ്. അവർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ബ്രദേഴ്സാണ്. അവരവിടെ കന്നഡ ഷോപ്പ് 40 വർഷമായിട്ട് കന്നഡ ഷോപ്പ് നടത്തുന്നവരെയാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. ഇവിടെ ഇനിയിപ്പം മലയാളീസ് എന്ന് പറയാനും ആരുമില്ല. കുറേ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഷോപ്പുണ്ട്, ഇവിടെ ഷോപ്പുകളുണ്ട്. ഇനി നമുക്ക് നേരെ തിരിച്ചു പോകാം അല്ലേ? അതല്ല ബെറ്റർ. നടന്നു പോകുമ്പോൾ ഒരാളെയും കൂടി കണ്ടിട്ടോ. നമ്മൾ സ്ഥിരം ഡ്രസ്സുകളും പാൻറ്റും ഷൂവും സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുന്ന ഷോപ്പിലുള്ള ആളെ കണ്ടിട്ടോ. ഏത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നോ? ഏത് സൂക്കുൽ അർബാൻ്റെ അവിടെ ഉള്ള ആള്. എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളിയല്ലേ? വീഡിയോ എടുക്കുന്നത് കുഴപ്പമില്ലല്ലോ അല്ലേ? മൂപ്പരാണ് ആൾ. നിങ്ങളെ ഇവിടുത്തെ ആളെ പേരെന്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നേ? മോഹൻ. മോഹൻ ചേട്ടൻ്റെ കട ആണ് കേട്ടോ. വാപ്പച്ചിക്ക് എപ്പോഴും പറയാം ഇവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒരു മോഹൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് വാങ്ങാം, മോഹൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് വാങ്ങാമെന്നാണ് പറയൽ. ഇപ്പോൾ മൂപ്പരെ സ്വന്തം പാർട്ട്ണറാണ് പറയുന്നത്. നിങ്ങളെ പേരെന്തായിരുന്നു? അജയൻ. മൂപ്പരുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പിന്നെ സൂക്കുൽ അർബയിൽ പോയപ്പോൾ കണ്ട്. വേറെ അടിപൊളി ഉഷാറല്ലേ?
ഓക്കെ ഓക്കെ. ഇതാണ് ഇവരുടെ ഷോപ്പ്. എന്താണ്ടോ ഇത് പണ്ട് കംപ്ലീറ്റ് മലയാളികളൊക്കെ ഉണ്ടായിരുന്ന 2 റെസ്റ്റോറൻ്റ് ആട്ടോ. ഇതൊരു റെസ്റ്റോറൻറ്റ് മൊത്തം സാരി. എനിക്ക് തോന്നുന്നത് റെസ്റ്റോറൻറ്റ് പാകിസ്ഥാനിയോ ബംഗാളിയോ റെസ്റ്റോറൻ്റ് ആണ് എന്നിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു. ആ മലയാളിയൊക്കെ നാട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മുബാറസിൻ്റെ ഒരു അവസ്ഥകൾ നോക്ക്. ഇതുണ്ടോ ഇവിടെ ഇല്ല, യാറുമേ ഇല്ല. ഇതൊരു ടോയ്സിൻ്റെ ഷോപ്പ്. നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു വണ്ടി കണ്ടിട്ടോ. ഏതാ നോക്ക് വണ്ടി. ഇതിൻ്റെ പേര് സ്ലിംഗ് ഷോട്ട് എന്ന് പറയുന്ന വണ്ടി കേട്ടോ. 2 ആൾക്കാർക്കേ പോകാൻ പറ്റുള്ളൂ. മഴയൊക്കെ പെയ്താൽ വൻ സീനായിരിക്കും. ഇതിൻ്റെ പേര് കണ്ടോ, സ്ലിംഗ് ഷോട്ട്. അയ്യോ ചെയ്ത് സ്ലിംഗ് ഷോട്ട് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അങ്ങോട്ട് നോക്കി, അടിപൊളിയല്ലേ ഈ വണ്ടി. ഏതാ നോക്ക് സെറ്റപ്പ്. ഇതുണ്ടോ ഇതിൻ്റെ പേര്, ഇതാ സ്ലിംഗ് ഷോട്ട് കണ്ടോ. دقيقة أحمد أنا صور سيارة. ഇതാണ് കേട്ടോ വണ്ടി. ഏതാ നോക്ക് വണ്ടി. ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി കണ്ടോ. നമ്മളിപ്പം മുബാറസിലെ പള്ളിയാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഇതിൻ്റെ മുമ്പിലാണ് നമ്മൾ ഗോൾഡ് സൂക്ക് ഉള്ളത്. മുബാറസിലെ പള്ളി കണ്ടോ നിങ്ങൾ. ഇപ്പോൾ ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ടോ. ഒരുപാട് ഞാനിവിടെ നിസ്കരിക്കാൻ വന്നിട്ടുണ്ട്. നമ്മളെ മുബാറസിലുള്ള മുഴുവൻ ആൾക്കാർ ഇവിടെ ആയിരുന്നു നിസ്കരിക്കൽ. സാധാരണ ഈ സമയത്തൊക്കെ മഗ്‌രിബിൻ്റെയൊക്കെ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് മലയാളീസ് ഉണ്ടാകുന്നതാണ്. ഇന്ന് മലയാളീസിനൊന്നും കാണാനുള്ളത്. ബാത്റൂം, പബ്ലിക് ടോയ്ലറ്റ്. ഇവിടെ പണ്ടൊരു ഷോപ്പില്ല അതിനെ വെച്ചേ. ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. ഇവിടുന്ന് ഇങ്ങനെ കയറുമ്പോൾ കയറുമ്പോൾ ഞാൻ പള്ളി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ്ട് പള്ളി. ഇതാണ് മുബാറസിലെ പള്ളി ഗൈസ്. പള്ളീൻ്റെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മുബാറസ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. കറക്റ്റ് അവിടെ മിനി കൂപ്പർ കാണുന്നത് ഗൈസ്. ഇതാണ്ടോ പള്ളീൻ്റെ ഉൾവശം. ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാമല്ലോ വിചാരിച്ചിട്ട്. ഇവിടെ മുബാറസിലുള്ള ആളുകൾ വെള്ളിയാഴ്ചയൊക്കെ അങ്ങോട്ട് ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട്. ഇന്ത്യക്കാരും എല്ലാ രാജ്യക്കാരും ഉണ്ട്. ഇന്ത്യൻസും പാകിസ്ഥാനികളും ബംഗ്ലാദേശും ഫിലിപ്പീൻസും എല്ലാവരും ഉണ്ടാകും. പക്ഷേ എങ്കിലും മലയാളീസ് എല്ലാവരും പരസ്പരം കാണുകയൊക്കെ ചെയ്യാം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. മുബാറസ് പള്ളി വലിയ പള്ളിയാണ് കേട്ടോ. ഭയങ്കര അടിപൊളി പള്ളിയാണ്. ഞാനും ഒരുപാട് പ്രാവശ്യം ഫസ്റ്റൊക്കെ എൻ്റെ വാപ്പച്ചിൻ്റെ റൂം ഈ പള്ളീൻ്റെയൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഇപ്പോൾ എളാപ്പന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതളാപ്പൻ്റെയും മാമട്ടെളാപ്പൻ്റെയൊക്കെ റൂം അവിടെ തന്നെയാണ്. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി പള്ളിയാണ്. സൂപ്പർ പള്ളി. കാണാൻ ഭയങ്കര വലുപ്പമുണ്ട്. ഇപ്പം പെരുന്നാളിനോടനുബന്ധിച്ച് അല്ല നോമ്പിനോടനുബന്ധിച്ച് എനിക്ക് തോന്നുന്നു കാർപ്പറ്റൊക്കെ ഒരു പുതിയത് ഇട്ടിട്ടുണ്ടെന്ന്. ഈ കാണുന്നതാണ് കേട്ടോ. പിന്നെ ഇമാമൊന്ന് നിസ്കരിക്കുന്ന സ്ഥലം. ആമ്പർ പള്ളിയൊക്കെ കണ്ടിട്ട് അതിൽ വാച്ച് നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിൽ കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി പള്ളി കേട്ടോ. മലയാളീസിനും പ്രവാസികൾക്കൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടിട്ടതാണ്. ഇവിടെ എല്ലാ പള്ളികളിലും ഇതേമാതിരി കൂളറും അതേമാതിരി ഫ്രിഡ്ജിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടാകും. പിന്നെ ഇതേമാതിരി ഈത്തപ്പഴം ഇവിടെ ഇതിൻ്റെ മേലെയായിട്ട് ഈത്തപ്പഴമൊക്കെ തീർന്നതായിട്ട് അവിടെ ഈത്തപ്പഴം നിൽക്കൊരു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ടൗണിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഗൈസ് നമ്മളെ അവസാനം ഇവിടെ ഒരാൾ പറഞ്ഞ് വീഡിയോ എടുക്കാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീനാക്കി. നമ്മൾ വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തോളിട്ടോ. ഓക്കെ, ബൈ ബൈ, സീ യു.